അതുകൊണ്ടാണ് ഞാൻ എന്നോട് എടുക്കേണ്ടത് പറഞ്ഞത്. നീ ബാക്കിയുള്ളവരൊക്കെ എടുക്കും, പക്ഷെ അത് ഓഡിയൻസിന്റെ എടുക്കുന്നത്. പൊന്നോ നീ ഒരുപാട് കേട്ടോ, ഒരുപാട് അടിപൊളി. എന്താ അവിടെ തന്നെ ഇരുന്ന് പോയി ആൾക്കാർ. ഗംഭീരോടാട്ടോ, മസ്റ്റ് വാച്ചാണ്, എല്ലാവരും കാണാൻ. നല്ല പടം, നല്ല പടം, നല്ല പടം. ഒരു വ്യത്യസ്ത മൂവിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സസ്പെൻസ് ഉള്ള മൂവിയാണ്. അതിൽ അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. നമ്മുടെ ചങ്ക് സസ്പെൻസ് ആണ്, പറയുന്നില്ല. ചേട്ടൻ വേറെ ലെവലാട്ടോ. കാരണം ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രമാണ് ചേട്ടൻ ചെയ്തത്. അടിപൊളി അടിപൊളി. എന്തായാലും ഗംഭീര സിനിമ, എല്ലാവരും കാണുക. അമൽ കെ ബേബി ഞങ്ങളുടെ നാട്ടുകാരനാണ്. സൂപ്പർ സിനിമ ഗുമസ്തൻ. അമൽ കെ ബേബിയുടെ ഗുമസ്തൻ എന്ന സിനിമ കണ്ടു. ഗംഭീര സിനിമ, എല്ലാ പേരും സുഹൃത്ത് ബിബിൻ ജോർജ് ഒരുപാട് ഒരുപാട് പ്രത്യേക മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട സിനിമയാണ്. ഗംഭീര സിനിമ. അമൽ കെ ബേബി വേറെ ലെവലാണ് അല്ലേ? അമൽ കെ ബേബിയുടെ സിനിമ വേറെ ലെവലാണ്. എല്ലാവരും ബിബിനൊക്കെ കരയിച്ചു. അടിപൊളി. പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഭയങ്കര സന്തോഷം. എല്ലാവരും എന്താ പറയുന്ന നല്ലതല്ല. നിങ്ങൾ കണ്ടോ? ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പ്രേക്ഷകരോട് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. തിയേറ്ററിൽ തന്നെ പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് ടൈറ്റിൽ റോളിൽ വരുന്ന പടമാണ്, പറയാൻ പറ്റില്ല. ഞങ്ങളെല്ലാവരും ഗുമസ്തൻ കണ്ടു. നിങ്ങളെല്ലാവരും ഗുമസ്തൻ കാണാം കേട്ടോ. നല്ലൊരു സിനിമയാണ്. എല്ലാ ഓഡിയൻസിനെയും എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെയും കാണാൻ പറ്റുന്ന സിനിമയാണ്. ഫാമിലിയായിട്ട് വരും. താങ്ക് യു. യെസ്, ഹാപ്പി. നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണണം. ആർക്കും ബോറടിക്കില്ല, നല്ലതായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ മൂവിയാണോ? ഒരു ഓഡിയൻസിനെ ഭയങ്കര പിടിച്ചിരുന്ന കുറേ ടെസ്റ്റുകളൊക്കെ ഉള്ളൊരു പടമാണല്ലോ. ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ്. ഫുള്ളായിട്ട് ഇപ്പോഴാണ് ഇപ്പോഴാണ് മുഴുവനായിട്ട് കാണുന്നത്. അതെ അതെ, ഇപ്പോഴാണ് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനി കുറെ പടത്തിലൊക്കെ വരട്ടെ, വരുമല്ലേ? ഉറപ്പായിട്ട് വരും. അതുപോലെ തന്നെ പടം എന്തായാലും സൂപ്പറാകും. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും നമുക്ക്. അതുപോലെ തന്നെ ആ ജെയ്സേട്ടൻ എന്ന് പറയുന്ന പുള്ളി ഉണ്ടല്ലോ, ആ ഗുമസ്തനായിട്ടുള്ള ക്യാരക്ടർ, പുള്ളി മാസമായിരുന്നു സംഭവം. ഞാൻ വിചാരിച്ചില്ല അങ്ങനെ കഥയിൽ നിന്നോട് ഇത്തിരിയൊക്കെ പറഞ്ഞായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ ഇത്ര ആവും ഞാൻ വിചാരിച്ചില്ല. നൈസ് പടമായിരുന്നു. ഞങ്ങൾ അമ്മി ആരെങ്കിലും സിനിമ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഉണ്ട്, അങ്ങനെ വരുവാണെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും എനിക്ക് അഭിനയിക്കാൻ അറിയുന്നില്ല ബ്രോ. അഭിനയൊക്കെ ഒത്തിരിയാണ്. തുടങ്ങിയ അവസാനം വരെ സിനിമയുടെ ഉള്ളിൽ തന്നെയാണ്. ഒരു മിനിറ്റ് പോലും നമുക്ക് സിനിമയിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നുന്നു. അത്രയും എൻഗേജിങ് ആയിട്ടുള്ളൊരു ത്രില്ലർ പടമാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലിയായിട്ടും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ വരിക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഒരു ഒന്നാം തരം ത്രില്ലർ സിനിമയാണ്. ഇഷ്ടമുള്ള എൻ്റെ വരെ സസ്പെൻസാണ്. നമ്മുടെ എല്ലാ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾ തന്നെയാണ് ഇതിൽ. ആ ഒരു സസ്പെൻസ് അവരെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി, താങ്ക് യു. ബിബിൻ പിന്നെ നമ്മുടെ മെയിൻ ആക്ടർ പള്ളിപ്പാട് എന്ന് പറഞ്ഞ ആക്ടർ ചെയ്ത അദ്ദേഹത്തിന് നല്ലൊരു ബ്രേക്ക് ആയിരിക്കും. ഗുഡ് ലക്ക്. ഓക്കെ, താങ്ക് യു. ഇതിനെപ്പറ്റി രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ മാറിയിരിക്കായിരുന്നു ഒന്നും പറയാണ്ട്. ഇതാണ് ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ സ്റ്റീഫൻ ദേവസിയാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തേക്കണതാണ് ആള്. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടാവും. ഗംഭീര വർക്കാണ്. ഒരുപാട് നന്ദി. കാരണം എല്ലാ സീനും നീ ഭയങ്കര താങ്ക് യു വെരി മച്ച്. രണ്ടുപേരുണ്ടല്ലേ? ഒരാൾ ഒപ്പമുള്ള ആളാണ്. ഭാഗമായിട്ടാണ്, ഒരു സംശയമില്ല. സന്തോഷം, താങ്ക് യു. എടാ പടം അടിപൊളി പടമാണ്. എല്ലാവരും പോയി കാണണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണ്. സ്വത്ത് റോക്ക്